യോ മാനോ അത് ഇതിന്റെ ചോട്ട് ഇത് അവിടുന്ന് എടുത്തോടുന്നതാണ്. ഇത് നോക്കി നിങ്ങള്. യോ കൈറ്റ് ഹരിത വിദ്യാലയത്തിന്റെ ബെസ്റ്റ് അവാർഡ് ഇതിലെ കിടക്കണത് തിരുവനന്തപുരത്ത് മന്ത്രി കൊടുത്താണത്. യോ ഇതിലൊക്കെ മെമന്റോസ് ഒരുപാടുണ്ട്. പക്ഷെ അതിന് സ്ഥലം ഇല്ലല്ലേ? ഒക്കെ ബാഗിൽ വെച്ചേക്ക. അയ്യടാ പാവടാ. ഇതൊക്കെ നിങ്ങള് ഇത്രയൊരു കലാകാരൻ നമ്മുടെ മലപ്പുറത്ത്. അത് സസ്പെൻസ് ആട്ടാ. ഇതെന്ത് കലാകാരനാന്നുള്ളത് ഒരു വലിയൊരു സംഭവമാണ്. ഇത് നിറയെ സാധനങ്ങളാണ്. അല്ല പിന്നെ ഫാറൂഖ് എവിടെയാണ്? അൻവറ ഫാറൂഖ് എവിടെ സംഭവം? ഇവിടെ ഇതിൻ്റെ മേലെ അല്ലേ? നമ്മൾ പോയി വെക്കാം. സംഗതി ഇതൊരിക്കലും നഷ്ടാവില്ല കേട്ടോ വീഡിയോ. അപ്പോൾ ഈ ഇങ്ങനെ പിന്നെ നൂറുകണക്കിന് ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ലേ? പ്രത്യേകിച്ച് കുട്ടികളായിട്ടാ ഷെയർ എടുക്കണം. നിങ്ങൾ വീഡിയോ ഞങ്ങളൊരു 3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഒരു വലിയൊരു പ്രതിഭയെ പരിചയപ്പെടുത്തുന്നു. പിന്നെ അതിൻ്റെ സസ്പെൻസ് നമ്മൾ പറയണ്ടല്ലോ, പ്രേക്ഷകർ കാണാം അല്ലേ? മുട്ടിക്കൂടെ? ഹായ് 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 ഹലോ अस्सलाम वालेकुम. हाँ पापा का हम है यस ओके. कैसा लगा केरला में? अच्छा लगा है. कितने साल हो गया था? ये 4 साल के ऊपर है. आप फैसल ब्लॉग है ना? या आपका वीडियो में देखा है, बहुत अच्छा लगा मुझे. താങ്ക് യു. മലപ്പുറം बहुत अच्छा है. അതാണ് പറഞ്ഞത്. മലപ്പുറം എപ്പോഴും എല്ലാവർക്കും നല്ല സ്ഥലമാണ്. കേരളവും നല്ല സ്ഥലമാണ്. ഇന്ത്യ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഏത്? കേരളം. പേരെന്തായിരുന്നു? മുനവർ ഹുസൈൻ. മുനവർ ഹുസൈന്. ഇത് ഷാഹിദ് റഹ്മാൻ. ഉപ്പാണ് അല്ലേ? ഉപ്പാക്കെൻ്റെ ജോലി ചാക്കുംകടയിൽ. ഓക്കെ. എന്ത് സംഭവം എന്ന് പറയാം, മുനവർ ഹുസൈനെ കാണണം എന്നുള്ള അൻവറും ഫാറൂഖ് മാഷും ഇവരൊക്കെ നാട്ടിലുള്ള മന്മാനുവിൻ്റെ തൊട്ട അയൽവീട് ഈ ഇതിലുള്ളതാണ്. പിന്നെ 7 ഭാഷ സംസാരിക്കുന്നല്ല പറഞ്ഞേ. 7 ഭാഷ ഈ 4 വർഷം കൊണ്ട് കേരളത്തിൽ വന്നപ്പോൾ പഠിച്ചു എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ സ്റ്റേറ്റ് പിന്നെ എന്തിലാണ് ഏതിൽ പറഞ്ഞേ? ബെസ്റ്റ് പെർഫോമർ ഹരിത വിദ്യാലയത്തിലെ ഏറ്റവും നല്ല പെർഫോമറാണ്. അതേപോലെ തന്നെ കായികമേളയിലും കലാമേളയിലും ശാസ്ത്രമേളയിലും ഒക്കെ അതിലൊക്കെ ജില്ല മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടിയ ആളാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ആസാമിലാണെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, നാട്ടിലാണെങ്കിൽ അതിൻ്റെ മറുപടി അല്ല അറിയേണ്ടത്. ഇപ്പം ഈ പഠനം ഏത് സ്കൂളാണ് പഠിക്കണത്? കൂട്ടിലങ്ങാടി. ഏതാ സ്കൂളിൻ്റെ പേര്? GUPS കൂട്ടിലങ്ങാടി. നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ട്? എത്ര മികവിൽ എത്തുണ്ടാവില്ല. അതെന്തുകൊണ്ടാ? അത് അത്ര പഠനമില്ല. ഇവിടെ ആണെങ്കിൽ കൂടുതൽ പഠനമാണ്. നല്ല സ്കൂളുകളാണ് അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ. എന്താ അവിടെ ആണെങ്കിൽ വെറുതെ വരും. ഇങ്ങനെ കുട്ടികളൊക്കെ എന്താ ചെയ്യാറുള്ളത്? ചിലപ്പോ സ്കൂളിൽ എല്ലാവരും സ്കൂളിൽ പോവോ? എല്ലാരും പോകുന്നില്ല. പോകാത്തവരെന്ത് ചെയ്യാ? പോകാത്തൊരു ചിലക്ക് എന്താ പറയാ കൃഷി പണിക്കൊക്കെ അങ്ങോട്ട് പോവും. പിന്നെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകലാണ് മെയിന്. ഇവിടെ അത് നടക്കൂല. ഇവിടെ സ്കൂളിൽ പോകണം, പിന്നെ നല്ലപോലെ പഠിപ്പിക്കാനുള്ള സപ്പോർട്ടും കിട്ടും. എങ്ങനെയുണ്ട് ഈ നാട്? കൂട്ടിലങ്ങാടി എങ്ങനെയുണ്ട്? ഉഷാറാ? നല്ല രസാ? എന്താണ് ഹരിത വിദ്യാലയത്തിൽ ബെസ്റ്റ് പെർഫോമർ ആവാൻ അവരെന്താ ചോദ്യം ചോദിച്ചു? എന്താ ചോദിച്ച അനുഭവം വേഗം പറഞ്ഞേ. ഫസ്റ്റ് ചോദിച്ച് എന്താ പറയാ കഴിവുകള്, ഭാഷ 7 ഭാഷകള്, അതിലൊരു സെന്റൻസ് അറിയാൻ പറഞ്ഞു. പിന്നെ സ്കൂളിൽ മികവുകളെ കുറിച്ച് ചോദിച്ചു. അത് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് എങ്ങനെ പൊതുവെ എന്താ പറയുക, ഞാൻ മനസ്സിലാക്കി എന്താ പറയുക, ഇവിടെ നിന്നിട്ടാണ് പഠിച്ചത്. ഈ റൂമുള്ളൂന്നല്ല, ഭയങ്കരമായ സൗകര്യമൊന്നുമല്ല. ഒരാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതും മികവുണ്ടാക്കുന്നതും അവൻ്റെ മൈൻഡാണ്. അതിൻ്റെ തെളിവാണ് മുനവർ ഹുസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഫാറൂഖ് മാഷ് പറഞ്ഞു ഒഴിവിട്ടിയാൽ ഇപ്പം പള്ളി പോകുന്ന പറഞ്ഞു. ശരിയാണോ? അതാണ് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. നിസ്കരിക്കാനല്ലേ ഫുൾ പള്ളിയിലുണ്ടാവും. അത് നോക്കി ഞങ്ങള് അല്ലേ? ഇഷ്ടം അങ്ങനെ പള്ളിയിലൊക്കെ പോകും. നല്ല രസമുള്ള നാടാണ്. ഇതെന്താ കൂട്ടിലങ്ങാടി ഏതാണ്? കാച്ചിനക്കാട്. കൂട്ടിലങ്ങാടി ഏതാണ്? കടുങ്ങൂത്ത്. നല്ല നാടാ. ഓക്കെ. ഇവന്റെ ഇപ്പോ വീടിന്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ നോക്കുക അല്ലേ? സ്കൂളിലെ ടോപ്പർ, സ്റ്റേറ്റ് ടോപ്പർ, 7 ഭാഷകള്, മാത്സില്, ഇംഗ്ലീഷില്, എല്ലാത്തിലും ടോപ്പ്. ഇവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്നുള്ളതൊന്ന് പറഞ്ഞു കേട്ടോ. സിവിൽ സർവീസ് കോച്ചിങ്ങിന്. എന്താണ് അൻവറെ പറയാനുള്ളത്? വളരെ സന്തോഷം. ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ. അതിന്റെ അടിയിൽ ഞാൻ മാർക്കറ്റ് ചെയ്യണം. അൻവറിന്റെ സ്കൂളിൽ ഹെഡ്മാസ്റ്റർ ആയിക്കണം. ഓക്കെ. എന്ത് തോന്നുന്നു? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ വളർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഈ മലപ്പുറത്തെ കുറിച്ച് പറയാനുള്ളത്, നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ ആസാമും ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ വേറെ എന്താ മനസ്സിലായി? മലപ്പുറം നല്ല നാടാണ്.
ഇവിടുത്തെ കുട്ടികളൊക്കെ എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും, എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ എൻ്റെ ഒപ്പം കളിച്ചും രസിച്ചും ഒരു ഉപദ്രവിക്കില്ല. ഈ ഇതൊരു വാടക വീട് ഇതിൽ നിന്നിട്ട് ഇവന് ഇത്ര സൗകര്യമുള്ളൂ, എന്നിട്ടും അടിപൊളിയായിട്ടും. बच्चे का साइकिल का ज़्यादा पसंद है, हमारा तरफ से बच्चे को साइकिल पसंद, साइकिल नहीं दिया, देने के लिए समर्थन नहीं है। हमारा साग दुकान में काम करता है, लेकिन इतना पैसा नहीं है, ज्यादा प्राइस लेके आया। हमारा सिस्टर का बेटा अभी बहुत बड़ा आदमी हो जाएगा, हमारे लिए कुछ मांगा है, लेकिन हमारा साग दुकान में काम करता है, लेकिन हमारा इतना पैसा नहीं है, कैसे देगा हमारा। എന്താണ് ഇത് പറഞ്ഞത്, ഒന്ന് പറഞ്ഞേ. ഇവന്റെ അമ്മാവനാണ്. അമ്മ എന്താ പറഞ്ഞത്, വാപ്പിയും അമ്മാവൻ എന്താ പറഞ്ഞത്? ആഗ്രഹം എന്താ ഇത്ര പ്രാവശ്യം കിട്ടിയിട്ട് എന്താ ഒരു എനിക്ക് ഇഷ്ടം എന്താ പറയാ സൈക്കിളാണ്. ആടാ, എന്നിട്ട് ചോദിച്ചിരുന്നു? സൈക്കിളാണ് ചോദിച്ചിരുന്നു, പക്ഷെ പൈസ ഇല്ലാത്തോണ്ട്. അയ്യോ മാനോ, പിന്നെ ഇവന്റെ അമ്മാവനാണ്. അമ്മാവനല്ലേ. നിങ്ങൾക്ക് എന്താ ജോലി? क्या कर रहे हैं? साग दुकान में काम करता है। പറഞ്ഞ എന്റെ പെങ്ങളെ മകനാണ്, എന്നിട്ട് പോലും എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഇവന്റെ സൈക്കിൾ രണ്ടുപേർക്കും വാങ്ങാൻ പറ്റില്ല. അമ്മോനും കഴിഞ്ഞില്ല, വാപ്പ സാറില്ല. അടുത്ത വീഡിയോ മിക്കവാറും ഇൻഷാ അല്ലാ ട്ടാ.